Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എക്സ്പെരിമെന്റ് നോക്കാം. സ്ക്രീനിലെ ഈ ഡയഗ്രാം ശ്രദ്ധിക്കൂ. ഒരു വൈറ്റ് ലൈറ്റ് ബീം ഗ്ലാസ് പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്നു. ഒരു നിമിഷം ഈ ആനിമേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. എങ്ങനെയാണ് ആ സിംഗിൾ വൈറ്റ് ബീം എൻ്റർ ചെയ്യുന്നതെന്നും പിന്നീട് ഡിഫറൻറ്റ് കളേഴ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്, ഇവിടെ നടക്കുന്ന ആ ഒപ്റ്റിക്കൽ ഫിനോമിനൻ നെയിം ചെയ്യണം. സെക്കൻഡ്, ഇതിന് പിന്നിലെ സയന്റിഫിക് റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം. വൈറ്റ് ലൈറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? നമുക്ക് ആൻസർ നോക്കാം. വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കളേഴ്സ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നതിന് ഒരു സയന്റിഫിക് നെയിം ഉണ്ട്. ഇതിനെയാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്പേർഷൻ എന്നാൽ സ്പ്ലിറ്റിംഗ് എന്ന് ഓർക്കുക. എന്തുകൊണ്ടാണ് ഈ ഡിസ്പേർഷൻ സംഭവിക്കുന്നത്? ഇതിന് പിന്നിലെ സയന്റിഫിക് റീസൺ നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഫസ്റ്റ് പോയിന്റ്, വൈറ്റ് ലൈറ്റ് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. കാരണം വൈറ്റ് ലൈറ്റ് എന്നത് പല കളേഴ്സിന്റെ ഒരു മിക്സ്ചർ ആണ്. ഗ്ലാസിലേക്ക് തട്ടുമ്പോൾ ഈ കളേഴ്സ് എല്ലാം ഈക്വൽ ആയിട്ടല്ല ഡീവിയേറ്റ് ചെയ്യുന്നത് അഥവാ ബെൻഡ് ചെയ്യുന്നത്. ഓരോന്നിനും ഓരോ പാത്ത് ആണ്. എന്തുകൊണ്ടാണ് അവ ഡിഫറൻറ്റ് ആയി ബെൻഡ് ചെയ്യുന്നത്? അതാണ് ഇതിന്റെ മെയിൻ റീസൺ. ഗ്ലാസ് പോലെയുള്ള ഡെൻസർ മീഡിയത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ ഡിഫറൻറ്റ് കളേഴ്സ് ഡിഫറൻറ്റ് സ്പീഡ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. വാക്വമിൽ അവ എല്ലാം ഒരേ സ്പീഡിലാണ്, എന്നാൽ ഗ്ലാസിനുള്ളിൽ ഓരോന്നിനും ഡിഫറൻറ്റ് സ്പീഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ സ്പീഡ് ഡിസൈഡ് ചെയ്യുന്നത്? ഓരോ കളറും എത്രത്തോളം ബെൻഡ് ചെയ്യും എന്നത് ആ ലൈറ്റിന്റെ വേവ് ലെങ്തിനെയാണ് ഡയറക്റ്റ് ആയി ഡിപെൻഡ് ചെയ്തിരിക്കുന്നത്. വേവ് ലെങ്ത് ആണ് ഇവിടുത്തെ മെയിൻ ഫാക്ടർ. ആദ്യം വയലറ്റ് ലൈറ്റ് നോക്കാം. വിസിബിൾ കളേഴ്സിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റ് ലൈറ്റിനാണ്. വേവ് ലെങ്ത് കുറവായതുകൊണ്ട് ഗ്ലാസിൽ ഇത് ഏറ്റവും സ്ലോ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സ്പീഡ് കുറവായതുകൊണ്ട് വയലറ്റ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുകയും പ്രിസത്തിന്റെ ബേസിലേക്ക് ബെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി റെഡ് ലൈറ്റ് നോക്കാം. റെഡ് ലൈറ്റിനാണ് ലാർജസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്. അതുകൊണ്ട് മറ്റ് കളേഴ്സിനെ അപേക്ഷിച്ച് ഗ്ലാസിലൂടെ റെഡ് ലൈറ്റ് വളരെ ഫാസ്റ്റ് ആയി ട്രാവൽ ചെയ്യുന്നു. സ്പീഡ് കൂടുതലായതുകൊണ്ട് അത് ഏറ്റവും കുറവ് മാത്രമേ ഡീവിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്പെക്ട്രത്തിന്റെ ടോപ്പിൽ റെഡ് കളർ വരുന്നത്. ഫൈനലി, ഈ അൺഈക്വൽ ബെൻഡിംഗ് ഒരു തവണ മാത്രമല്ല സംഭവിക്കുന്നത്. ലൈറ്റ് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും അതുപോലെ സെക്കൻഡ് സർഫസിലൂടെ എക്സിറ്റ് ചെയ്യുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഡബിൾ ബെൻഡിംഗ് കാരണം കളേഴ്സ് കൂടുതൽ സെപ്പറേറ്റ് ആകുകയും നമുക്ക് വളരെ ക്ലിയർ ആയ ഒരു വിസിബിൾ സ്പെക്ട്രം കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ. ഈ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.